വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഈ വീഡിയോ അമ്മായിമ്മമാരാണ് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് അമ്മായിമാരെ കുറിച്ചാണ് പറഞ്ഞത്. നാളെ ഇങ്ങക്ക് ഈ ഗതി വരാതിരിക്കാനാണ്. അതേപോലെ മരുമക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുപോലെ ഒരു മരുമകളാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഒരു അമ്മായിമ്മനെയും ആ ഉമ്മാൻ്റെ മകനെയും കോടതി ശിക്ഷിച്ചു. എന്തിനാണെന്നറിയോ? ഒരു 101 പവനായിട്ട് കല്യാണം കഴിച്ച് വന്ന ഒരു പെൺകുട്ടി ഭർത്താവിൻ്റെ ഉമ്മാൻ്റെയും വീട്ടുകാരും പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം അങ്ങോട്ട് ജീവനൊടുക്കിയിട്ട് ഇത് ഭയങ്കര കേസായി, പ്രശ്നങ്ങളായി. കഴിഞ്ഞ ദിവസം കോടതിയുടെ ശിക്ഷാവിധി വന്നു. എന്താ ശിക്ഷാവിധി? 8 വർഷത്തെ കഠിന തടവാണ് അജു എന്നു പേരുള്ള ഈ ഒരു 34 വയസ്സുള്ള ഈ മകൻക്ക് ഭർത്താവ് ലഭിച്ചത്. അവൻ്റെ ഉമ്മ, അതായത് അമ്മായിമ്മയുടെ പേര് ലൈല ബീവി എന്ന 72 വയസ്സുള്ള ഈ ഉമ്മാക്ക് 2 വർഷത്തെ കഠിന തടവും 25,000 രൂപ പിഴയും. 2014 ഇവരെ കല്യാണം കഴിഞ്ഞത്. സുനിത എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. നല്ല അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ഒരു കുടുംബമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 101 പവനൊക്കെ കൊടുത്തു, ഉഷാറായി, അങ്ങനെ സ്നേഹമായി. പക്ഷേ പിന്നീട് ഇതിൻ്റെ ചൊല്ലിയിട്ട് ഭയങ്കര വഴക്കുണ്ടായി. അപ്പോൾ ഇവരുടെ പേരേക്ക് കളമശ്ശേരിയിലുള്ള വലിയ സ്ഥലങ്ങളൊക്കെ എഴുതി കൊടുത്തു ഈ സുനിതയുടെ വീട്ടുകാർ. അതുകൊണ്ടൊന്നും തൃപ്തി അടഞ്ഞില്ല. പിന്നെയും പ്രശ്നങ്ങൾ സഹിക്കാൻ കഴിയാതെ. ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. അന്ന് ഈ പെൺകുട്ടി ജീവനൊടുക്കിയത്രേ. അങ്ങനെ അത് 2018 ഈ സംഭവം നടന്നത്. 2014 കല്യാണം കഴിഞ്ഞത്. 2018 ആകുമ്പോഴേക്ക് ജീവനൊടുക്കി. ഇതൊരു കേസായി. ആ കേസിൻ്റെ വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അന്ന് ഇവർ ഒളിവിലായിരുന്നു. പിന്നീട് പാലക്കാട് നിന്നാണ് ഇവർ പൊക്കിയത് അത്ര. ഇതൊക്കെ അതായത് ഇതിൻ്റെ വിധിപ്പകർപ്പിൽ പറഞ്ഞ കാര്യങ്ങളാട്ടോ. അതിന് കോടതിയിൽ വിധി വന്നു. ആ വിധിയിൽ ഭർത്താവായ ആൾക്ക് 8 വർഷത്തെ കഠിന തടവും അമ്മായിമ്മക്ക് കിട്ടിയത് 2 വർഷത്തെ കഠിന തടവാണ്. എത്ര കാലം പുരോഗമിച്ചാലും നമ്മുടെ നാട്ടിലെ അമ്മായിമ്മ മരുമക്കൾ പോര് അവസാനിക്കണില്ല. ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ട്, അമ്മായിമ്മനായിട്ട് പ്രശ്നമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമ്മായിമാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അമ്മായിമ്മ വളരെ ഡീസൻ്റാണ്. മരുക്കളുടെ ഭാഗത്ത് നോക്കുമ്പോൾ മരുക്കളും ഭയങ്കര ഡീസൻ്റാണ്. ഭർത്താക്കന്മാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഭർത്താക്കന്മാർ ഡീസൻ്റാണ്, ഭാര്യമാർ ഡീസൻ്റാണ്. പിന്നെ എവിടെയാണ് ആരൻപി അൺഡീസൻ്റ് ആയിട്ടുള്ളത്? ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ പ്രശ്നങ്ങളാണ്. എല്ലാവരും കൂടി ചേരുമ്പോഴാണ് പ്രശ്നം. പണ്ടൊരു കാലത്ത് അമ്മായിമ്മമാരെ മുഴുവൻ വില്ലത്തികളാക്കി മാറ്റിയിരുന്നത്. അമ്മായിമാർ ഒരു തരം കാർക്കശ സ്വഭാവമാണ്. സത്യം പറഞ്ഞാൽ അമ്മായിമ്മമാർക്ക് പേടിയാണ് ആരെ മരുക്കൾ. അവർ സന്തോഷിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ കരുതുന്ന അമ്മായിമാരാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടങ്ങനെയല്ല. പണ്ട് വരച്ച വരെ നിർത്തണം എന്ന് കരുതിയിരുന്ന അമ്മായിമാരുണ്ടാവും. എല്ലാവരും അങ്ങനെ അല്ലട്ടാ. ഇത് ഈ വീഡിയോ കാണുന്ന അമ്മായിമാർ എന്നോട് ദേഷ്യം വിചാരിക്കരുതേ. ഞാൻ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയണത്, നാളെ നിങ്ങൾ ഇതേപോലെ വല്ല കേസിൽ നിങ്ങളുടെ മരുമക്കളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് മോനും മരുവളും തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ദയവിൽ ഇടപെടാൻ വേണ്ടി നിൽക്കണ്ട. അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒത്തുപോകാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. വല്ല കൗൺസിലിങ്ങിനോ മറ്റോ പോകാൻ വേണ്ടി പറയാം. നിങ്ങളെ മകൻ്റെ ഭാഗം നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വല്ല കേസും കൊടുത്താൽ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ നല്ലൊരു പങ്കും അമ്മായിമ്മമാരും ഉണ്ടാവും, മരുക്കളും ഉണ്ടാവും. എല്ലാ മരുക്കളും പ്രശ്നക്കാരാണെന്നോ എല്ലാ അമ്മായിമാരും പ്രശ്നക്കാരാണെന്നോ ഒന്നും ഞാൻ പറയില്ല. ഓരോന്നിനും ഓരോ റീസൺ ഉണ്ടാവും. ആദ്യം ഞാൻ പറയാം, മരുമക്കളുടെ വിഷയത്തിൽ മരുമക്കൾ ആദ്യം പ്രശ്നം ഉണ്ടാവുക ഭർത്താവിനായിട്ടായിരിക്കുമല്ലോ. അതായത് സ്വന്തം മകനായിട്ടായിരിക്കും പ്രശ്നം ഉണ്ടാവുക. നിങ്ങൾ ഇടപെടേണ്ട. നിങ്ങൾ അവിടെ നിൽക്കേണ്ടത് ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കുക. മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഒരു ഭാഗം നോക്കി സംസാരിക്കാതെ കൗൺസിലിങ്ങിനും മറ്റും വിടാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും മരുമകളോട് സംസാരിക്കുമ്പോൾ മരുമകളുടെ ഭാഗം നിൽക്കുക, മകനോട് സംസാരിക്കുമ്പോൾ മകൻ്റെ ഭാഗം നിൽക്കുക. ഇത് എന്തിനാണ്? ഇത് പരസ്പരം തല്ലുടിക്കാനല്ല, സ്നേഹമുണ്ടാക്കാൻ വേണ്ടി ചില ഹിക്മത്തുകളൊക്കെ പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ മരുമകൾക്ക് തോന്നണം, ഓ അമ്മായിമ്മ എൻ്റെ കൂടെ നിൽക്കണം, സ്വന്തം മോൻ്റെ കൂടെ നിൽക്കണില്ല. മോൻക്ക് തോന്നണം, എന്താല്ലേ ഉമ്മ എങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കൂടുതൽ ഉമ്മ ഓളെയാണ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഉമ്മയുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടെന്ന് മകൻക്ക് തോന്നണം. ഇതൊക്കെ തോന്നിക്കാൻ അമ്മായിമാരെ നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ഒരു വീട്ടിലെ അമ്മായിമ്മ എന്ന് പറയുന്നതും മരുമക്കൾ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. അമ്മായിമ്മ കുറച്ച് നേരത്തെ വന്ന അമ്മായിമ്മായി പോയി ഒരു മരുമകളാണ്. മരുമകൾ ഇപ്പോൾ വന്നൊരു മരുമകളാണ്. ഇത്ര വ്യത്യാസമുള്ളൂ. കുറേ കഴിയുമ്പോൾ അതിൻ്റെ പേര് അമ്മായിമ്മ എന്നാവണുള്ളൂ, പേര് മാറണുള്ളൂ. അമ്മായിമ്മ ആ വീട്ടിലെ ആദ്യത്തെ ഒരു മരുമകളാണ്, മരുമകൾ ഇപ്പോൾ വന്നൊരു മരുമകളാണ്. ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ മകനും മരുമകളും നമ്മുടെ ഇഷ്യൂസിൽ എന്ത് ചെയ്യരുത്, അമ്മായിമാർ വല്ലാതെ ഇടപെടണ്ട. രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ മകനുമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല, അമ്മായിമ്മനായിട്ടായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടാവുന്നത് എവിടെയാണ്? ഒന്നീ അമ്മായിമ്മയുടെ അധികാരത്തിലേക്ക് മരുമകൾ കടക്കുന്നു തോന്നിയാൽ, ഇഷ്യൂസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് സംസാരിക്കുക.
നമ്മളെ മക്കളോട് നമ്മൾ പിണങ്ങലില്ലേ, വർത്താനം പറയലില്ലേ, ചൂടാവലില്ലേ, വഴക്ക് പറയില്ലേ, അങ്ങനെ മരുമകളും കാണാവൂ. മരുമകളും മുമ്പേ തമ്മിലൊരു കോംബോ ഉണ്ടല്ലോ, നല്ല സ്നേഹത്തിൽ ഇതൊരു ഭയന്ന് മാറി നിൽക്കേണ്ടവരല്ല. അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മാവിനുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ നന്നാക്കി എടുക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ കൗമിങ്ങളിൽ അതില്ലല്ലോ. നമ്മുടെ എല്ലാ വയലും കേൾക്കും, പക്ഷേ ഒരു വിവാഹത്തിൽ ഒരു വഹലിയിൽ നമുക്കൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരെ വിവാഹത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ മരുമകൾ അമ്മായിമ്മ കോംബോ എന്നുള്ളത് നല്ലൊരു സ്നേഹത്തിൻ്റെ കോംബോ ആവുക. നിങ്ങൾ മരുമകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായിട്ട് അടുക്കളയിൽ കയറി പണിയൊന്നും എടുക്കണ്ട, ഓരോ അധികാരം വിട്ടുകൊടുക്കുക. ഈ മോളാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ പല പെൺകുട്ടികൾക്കും കിച്ചൺ ജോബ് അറിയില്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ബോധേടല്ല. അപ്പോൾ അവരെ സഹകരിപ്പിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾ ഫുള്ള് 10ാം ക്ലാസ് വരെ ഫുള്ള് പഠിക്കണ കാര്യം ആകെ അടിച്ചോലും ചായ ഉണ്ടാക്കൽ അറിയുണ്ടാവുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി അപ്പോഴും അവർക്ക് പഠിക്കന്നെ. അത് കഴിഞ്ഞിട്ട് അവർ അവിടെ പഠിക്കാൻ പോയി ഇവിടെ പഠിക്കാൻ പോയി, അവർക്ക് അടുക്കളയിൽ അറിയില്ല. അപ്പോൾ അടുക്കളയിൽ അറിയാത്തത് കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. പിന്നെ അവർ പഠിച്ച കുട്ടികൾക്ക് എവിടെയെങ്കിലും ജോബ് കിട്ടണം. ഇങ്ങനെ പല രീതിയിലുണ്ടാവും. എപ്പോഴും മരുമക്കളുടെ സൈഡ് അമ്മായിമ്മ നിന്ന് കഴിഞ്ഞാൽ അമ്മായിമ്മ ഹാപ്പിയാവും. നാളെ നമ്മൾ മരുമക്കൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മരണപ്പെടാൻ ഒരു താമസമില്ല. ചെറിയ കാരണങ്ങൾ കണ്ടെത്തിയാൽ പോലും ഓരിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നുമ്മാരെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും, സ്റ്റേഷനിൽ പോകേണ്ടി വരും. 2 വർഷം തടവുള്ളിയായിട്ട് കിടന്നിട്ട് ഇനിയിപ്പോൾ ഇതൊരു അപ്പീലൊക്കെ പോയിട്ട് രക്ഷപ്പെടാൻ പറ്റുമ്പോഴേക്കും എന്തായാലും ശിക്ഷ വെച്ച് സ്ഥിതിക്ക് കുറച്ച് മാസം കിടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ പറയണേ. മിക്ക കുടുംബങ്ങളിലും പ്രശ്നം ആരായിട്ടായിരിക്കും? മരുമകളോട് ചോദിച്ചാൽ അമ്മായിമ്മ പ്രശ്നമാണ്, അമ്മായിമ്മോട് ചോദിച്ചാൽ മരുമകൾ പ്രശ്നമാണ്. 2 കൂട്ടരോടും നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ ചർച്ച ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കുടുംബക്കാർ തമ്മിൽ ചർച്ച ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഇത് പരാജയപ്പെടും. ഒരു കൗൺസിലിങ്ങിന് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും ഏറെക്കുറെ. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് കൗൺസിലിംഗ് കേസുകളൊക്കെ നമ്മളൊരു പരമാവധി എല്ലാതും നേരെയാണെന്ന് ഞാൻ പറയണില്ല. ചിലപ്പോൾ നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ നേരെയാവില്ല. അയാൾ ആദ്യം വിചാരിക്കണം ഞാൻ ആദ്യമേ നേരാണല്ലോ, പിന്നെന്തിനാ ഞാൻ നേരാവണത്. നമ്മുടെ കയ്യിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മുടെ കയ്യിൽ പിഴവുകളുണ്ട്, നമ്മുടെ കയ്യിൽ പോരായ്മകളുണ്ട്. ഞാൻ എപ്പോഴാണോ ഞാൻ തിരിച്ചറിയുന്നത് അപ്പോഴേ ഞാൻ നന്നാവുള്ളൂ. ഞാൻ ഓക്കെ ആണ്, മറ്റാളൊന്നും ഓക്കെ അല്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഈ മാനസികാവസ്ഥയുള്ള ആളുകളാണെങ്കിൽ അവരൊരിക്കലും നേരാവില്ല. അപ്പോൾ വീട്ടിൽ പലപ്പോഴും ഇഷ്യൂസുകളൊക്കെ ഉണ്ടാകുന്നത് ഒരു അധികാര തർക്കമോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, മനസ്സിലാവായിക. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ വൈബ്, അവരുടെ ഇഷ്ടങ്ങൾ, അമ്മായിമ്മ ഒരു മരുമകളായി മാറുന്ന തമ്മിലുള്ള ഇഷ്ടങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അമ്മായിമ്മ മരുമകളുടെ കാലത്തേക്ക് ഇങ്ങോട്ട് വരണം, അല്ലാതെ മരുമകൾ അമ്മായിമ്മയുടെ കാലത്തേക്ക് അങ്ങോട്ട് പോലല്ല. ചില ആൾക്കാർക്ക് ലിപ്സ്റ്റിക്ക് ഇടാനൊന്നും ഇഷ്ടമല്ല, മേക്കപ്പ് ഇടാൻ ഇഷ്ടമല്ല, ഫേഷ്യൽ ചെയ്യാൻ ഇഷ്ടമല്ല, ത്രെഡ് ചെയ്യാൻ ഇഷ്ടമല്ല. ഇത് ഇഷ്ടപ്പെടുന്ന മരുമകളായിരിക്കും. അത് ആ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ആരെ ഭാഗത്താ തെറ്റ്? ഒരു കൂട്ടരുടെ ഇഷ്ടങ്ങൾ മറുകൂട്ടർക്ക് ആ ഇഷ്ടങ്ങളാണ്. ഇത് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് നമുക്ക് വേണം. അതൊരു വ്യക്തിയാണ്, അവർക്ക് ആ ഇഷ്ടങ്ങളുണ്ട് എങ്കിൽ നമ്മൾ സമ്മതിച്ച് കൊടുക്ക്. അതല്ലേ അത് വേണ്ടത്. ആകെ ഉള്ളത് ഒരു 19 വർഷമാണ് നമ്മുടെ ലൈഫിലുള്ളത്. അത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഒരു കുട്ടി പോലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ പ്രകടനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം കൊണ്ട് അവിടെ നിന്ന് ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടി വരും. വീഡിയോ പറയാൻ കാരണം ഇങ്ങനെ ഒരു അമ്മായിമ്മനെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ശിക്ഷ അനുഭവിക്കുന്ന ഒരു വാർത്ത ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഭാര്യമാർ മരണപ്പെട്ടതിൻ്റെ പേരിൽ ഭർത്താക്കന്മാർക്ക് ഇതുപോലെ ശിക്ഷ അനുഭവിക്കുന്ന കേസുകളൊക്കെ റാറായിട്ട് ഉണ്ടാവലുണ്ട്. അപ്പോൾ നാളെ ഒരമ്മായിമ്മക്കും ഈ അവസ്ഥ ഉണ്ടാവരുത്. മരുമക്കളും അമ്മായിമ്മനെ സ്വന്തം മനെ പോലെ സ്നേഹിക്കും. നമ്മുടെ അമ്മമാർ നമ്മളെ ചീത്ത പറച്ചിലുണ്ട്, വഴക്കുറച്ചിലും മിണ്ടാതിരിക്കലുണ്ട്, ഇറങ്ങി പോകാനൊക്കെ പറയും. അത് ഉമ്മല്ലേ, ആ ലെവലിൽ കണ്ടാൽ മതി. പക്ഷെ 2 കൂട്ടരും കാണില്ല. അത് കാണാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സങ്കീർണമാവുക. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കയ്യിലുള്ള 100% പിഴവാണ്. ഒരു തരം ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടി നമ്മുടെ കാരണം കൊണ്ടാണ് അങ്ങനെ എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. പറ്റൂല തോന്നുകയാണെങ്കിൽ കൗൺസിലിങ്ങിന് വിടുക, സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയാം. അവരായി അവരെ പാടായി. ആരും ആരുടെയും സ്വന്തമല്ല, ആരും ആരുടെയും അടിമകളും അല്ല. ഈ ബോധം ഉണ്ടായാൽ മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം, കൗൺസിലിംഗ് നേടാം, സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക.